നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശത്രുക്കൾക്ക് പോലും ഇങ്ങനെയൊന്നും സംഭവിക്കരുതേ, എങ്ങനെയൊക്കെ നടന്ന മനുഷ്യനാ. 2:50 ഇതിൽ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്കുള്ള വിമാനം പിടിക്കാൻ 1 മണി കഴിഞ്ഞപ്പോഴേ സാക്ഷാൽ പിണറായി വിജയൻ എയർപോർട്ടിലെത്തി. മുൻപ് അങ്ങനെയൊന്നും ആയിരുന്നില്ല. വിമാനം പുറപ്പെടുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് മാത്രമാണ് ഒരു VVIP എന്ന നിലയിൽ സാധാരണ പിണറായി എയർപോർട്ടിലെത്തിയിരുന്നത്. 1 മണി കഴിഞ്ഞതോടെ ഡൽഹി വിമാനത്താവളത്തിലെത്തിയ പിണറായി വിജയൻ നേരെ VVIP ലോഞ്ചിലേക്ക് പോയി. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്, ക്യാബിനറ്റ് റാങ്കുള്ള വ്യക്തി, മുൻ മുഖ്യമന്ത്രി VIP ലോഞ്ചിലല്ലാതെ മറ്റെവിടെ വിശ്രമിക്കാൻ? ഉച്ചയ്ക്ക് 2:50 ഇൻഡിഗോ വിമാനത്തിൽ കേരളത്തിലേക്ക് പുറപ്പെടണം. VIP ലോഞ്ചിൽ പിണറായി വിജയൻ അങ്ങ് ഇരിപ്പുറപ്പിച്ചു. മുൻപൊക്കെ ആയിരുന്നുവെങ്കിൽ അടുത്തുണ്ടായിരുന്നവരൊക്കെ അടുത്ത് വന്ന് എന്തെങ്കിലുമൊക്കെ കുശലം പറഞ്ഞേനെ. ഇപ്പോൾ ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാനില്ലാതായി. പിണറായി വിജയനെ പോലൊരു VIP എയർപോർട്ടിലെത്തിയാൽ വിമാനക്കമ്പനിയുടെ ഒരു ജീവനക്കാരൻ ഓടിയെത്താറുണ്ട്. എന്നാൽ ഇന്നലെ ജീവനക്കാരൻ ഓടിയൊന്നും എത്തിയില്ല. പിണറായി വിജയൻ ധരിച്ചു വിമാനം പുറപ്പെടുന്നതിന് മുൻപ് ആ ജീവനക്കാരൻ തൻ്റെ അരികിലെത്തി തന്നെ വിമാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമെന്ന്. അത് ധരിച്ച് പാവം അവിടെ കുത്തിയിരുന്നു. അങ്ങനെ 2:30 സമയത്തിലെത്തി. അപ്പോൾ പിണറായി വിജയൻ ഒരു സംശയം. ഡൽഹി വിമാനത്താവളം ഒരു സൈലൻറ്റ് വിമാനത്താവളമാണ്. വലിയ അനൗൺസ്മെൻ്റ് ഒന്നുമില്ല. വിമാനത്തിൻ്റെ സമയവും ഏത് ഗേറ്റുമെന്നൊക്കെ അറിയണമെങ്കിൽ നേരെ ബോർഡിൽ പോയി തല ഉയർത്തി നോക്കണം. അതൊന്നും പിണറായി വിജയനൊരു ശീലമില്ല. ഇരുന്ന് മടുത്തു കഴിഞ്ഞപ്പോൾ വിമാനത്തിൻ്റെ സമയമായല്ലോ എന്ന് കരുതി പാവം പിണറായി പിടഞ്ഞെഴുന്നേറ്റു. ആരോടൊക്കെയോ ചോദിച്ച് തപ്പിപ്പിടിച്ച് വിമാനം പുറപ്പെടുന്ന ഗേറ്റിലെത്തി. അപ്പോഴതാ ബോർഡിംഗ് ക്ലോസ് ചെയ്തു. ഗേറ്റ് പൂട്ടി എന്ന് വിമാന അധികൃതർ പറഞ്ഞു. താൻ കേരളത്തിലേക്ക് പോകാനുള്ള ആളാണ്, VIP ആണ് എന്നൊക്കെ പറഞ്ഞു നോക്കി. വിമാനം അതിനകം തന്നെ അവിടെ നിന്ന് പുറപ്പെട്ടു. പിന്നെയും തിരിച്ചു വന്ന് VIP ലോഞ്ചിൽ കുത്തിയിരുന്നു. ഒടുവിൽ 7 മണി കഴിഞ്ഞുള്ള ഇൻഡിഗോയിലാണ് പിണറായി വിജയൻ യാത്ര ചെയ്തത്. അങ്ങനെ ഡൽഹി വിമാനത്താവളത്തിൽ മണിക്കൂറുകളോളം കുത്തിയിരിക്കേണ്ടി വന്നു. സമൂഹ മാധ്യമങ്ങളിൽ ചേരിതിരിഞ്ഞ് ഈ വിഷയത്തിൽ സംവാദമുയരുന്നു. ചിലർ പരിഹസിക്കുകയാണ്, നേരത്തെ ഇവിടെ എത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ, ആ എയർപോർട്ടിൽ കുറച്ചു നേരം അങ്ങനെ വിശ്രമിക്കട്ടെ. ഇൻഡിഗോ കമ്പനി വിചാരിച്ചു കാണും അവരെ ബഹിഷ്കരിക്കുകയാണെന്ന്, അതുകൊണ്ടാവും അവർ പുറപ്പെട്ടതെന്നാണ് മറ്റു ചിലരുടെ കണ്ടെത്തൽ. എന്തായാലും ചക്രവർത്തിയായിരുന്നപ്പോൾ സാധാരണ ജനങ്ങളുടെയൊക്കെ യാത്ര മുടക്കിയ വ്യക്തിയല്ലേ, കുറച്ചു സമയം അവിടെ കുത്തിയിരിക്കട്ടെ എന്ന് പറയുന്നവരുണ്ട്. സമയത്തിൻ്റെ വിലയറിയാൻ ഇങ്ങനെയൊക്കെയുള്ള ചില പ്രയോഗങ്ങൾ വരും. ഇതൊക്കെ ചരിത്രത്തിൻ്റെ തിരിച്ചടികളാണ് എന്ന പഴയ ചക്രവർത്തി ഓർത്താൽ നല്ലത്. എന്നാലും ഇന്നലെ വരെ രാജാവിനെ പോലെ കഴിഞ്ഞൊരു വ്യക്തി ഇപ്പോൾ ആർക്കും വേണ്ടാതെ ഒരിടത്ത് കുത്തിയിരിക്കുന്ന ഒരവസ്ഥ, ഇതൊന്നും അത്ര കണ്ട് അങ്ങ് ദഹിക്കുന്നില്ലല്ലേ. ഭരണമുള്ളപ്പോഴും ഭരണം പോയപ്പോഴും ഇപ്പോൾ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രതികരണത്തിലെ വ്യത്യാസം പിണറായി വിജയനും അടുത്ത് മനസ്സിലാക്കുന്നു. പിണറായി വിജയനെ ആ പ്ലെയിനിലോട്ട് കയറ്റിവിടാൻ വിവരമുള്ള ഒരുത്തനും കൂടെ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പരിതപിക്കുന്നവരുണ്ട്. പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന്റെ ഡൽഹിയിൽ നിന്നുള്ള വിമാനയാത്ര മുടങ്ങിയ സംഭവത്തിൽ കേരള ഹൗസിലെ പ്രോട്ടോകോൾ വിഭാഗം ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടിയെടുക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരിൽ നിന്നും ഇന്നലെ അഡീഷണൽ റെസിഡന്റ് കമ്മീഷണർ അടിയന്തര വിശദീകരണം തേടിയിരുന്നു. ഇത് വിശദീകരിക്കാനായി ഇന്ന് ഡൽഹിയിലെ കേരള ഹൗസിൽ അടിയന്തര യോഗം ഉദ്യോഗസ്ഥന്മാരുടേതായി ചേരുന്നു. ഈ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണത്തിന് ഉത്തരവിടുമെന്നാണ് കേരള സർക്കാർ പറയുന്നത്. പോളിറ്റ് ബ്യൂറോ യോഗം നടക്കുന്നു. തനിക്ക് കേരളത്തിലേക്ക് പുറപ്പെടേണ്ട വിമാനത്തിൻ്റെ സമയമായി എന്ന് പറഞ്ഞ് പെട്ടെന്ന് എന്തൊക്കെയോ വാരിക്കഴിച്ച് പിണറായി വിജയൻ എയർപോർട്ടിലേക്ക് ഓടുകയായിരുന്നു. കൃത്യസമയത്ത് എയർപോർട്ടിലെത്തി. സാധാരണ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് പോരുമ്പോൾ VIP ലോഞ്ചിൽ കയറിയിരിക്കുകയാണ് പിണറായി വിജയൻ്റെ പതിവ്. ഡൽഹിയിലെ കേരള ഹൗസിലുള്ള പ്രോട്ടോകോൾ ഓഫീസർ വിമാന കമ്പനിയെ വിവരമറിയിക്കും. അവർ ബോർഡിംഗ് പാസൊക്കെയായി നേരെ VIP ലോഞ്ചിലെത്തി പിണറായി വിജയനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് പതിവ്. സാധാരണ VIPകൾക്ക് അങ്ങനെ ഒരു പരിഗണന കൊടുക്കാറുണ്ട്. സീറ്റൊക്കെ റിസർവ് ചെയ്തതാണ്. സീറ്റ് ബുക്ക് ചെയ്ത് യാത്രയ്ക്കായി ആ യാത്രക്കാരൻ എയർപോർട്ടിലെത്തിയതുമാണ്. ഇതിൽ വിമാന കമ്പനിയുടെ വീഴ്ചയുണ്ട് എന്ന് വ്യക്തം. ഒരു യാത്രക്കാരൻ എയർപോർട്ടിലെത്തിയിട്ടും അയാൾക്ക് വേണ്ടി യാതൊരുവിധ തിരച്ചിലും നടത്താതെ വിമാനവും പറത്തി ഒരൊറ്റ പോക്ക്. പാവം പിണറായി വിജയൻ ബ്ലിങ്കസ്യ എന്ന് പറഞ്ഞ് VIP ലോഞ്ചിലിരിക്കുന്ന ഒരവസ്ഥ. ലോഞ്ചിലിരുന്ന പിണറായി വിജയനെ സ്വീകരിക്കാൻ വിമാന കമ്പനി അധികൃതർ എത്താത്തതാണ് പിണറായി വിജയൻ്റെ യാത്ര മുടങ്ങാനുള്ള കാരണം. എന്നാൽ വിമാന കമ്പനി അധികൃതർ പറയുന്നത് സാധാരണ VIP ആണെങ്കിലും VIP ലോഞ്ചിൽ വിശ്രമിച്ചതിന് ശേഷം
ഏത് ഗേറ്റിൽ നിന്നാണ് വിമാനം പുറപ്പെടുന്നത് എന്ന് മനസ്സിലാക്കി ഗേറ്റ് വരെ എത്താറുണ്ട്. ഈ വിഷയം വളരെ ഗൗരവമായി എടുത്തുവെന്നാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറയുന്നത്. പിണറായി വിജയനെ അപമാനിച്ച സംഭവം അത്ര നിസ്സാരമല്ല. ഒരു മുൻ മുഖ്യമന്ത്രിയും ക്യാബിനറ്റ് പദവിയുമുള്ള നേതാവാണ് പിണറായി വിജയൻ. അത്തരമൊരു വ്യക്തി സഞ്ചരിക്കുമ്പോൾ പാലിക്കേണ്ട മിനിമം പ്രോട്ടോകോൾ പോലും ഇവിടെ പാലിക്കപ്പെട്ടില്ല. വിമാന കമ്പനിയുമായി ബന്ധപ്പെട്ട് മുൻകൂട്ടി ബോർഡിംഗ് നടപടികൾ ക്രമീകരിക്കേണ്ടത് കേരള ഹൗസിലെ പ്രോട്ടോകോൾ വിഭാഗത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇതിനാണ് അവരെയൊക്കെ അവിടെ ശമ്പളം കൊടുത്തിരിക്കുന്നത്. മുൻപ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ഇത്തരമൊരു സംഭവം നടന്നിരുന്നത് എങ്കിൽ ഒരാൾ പോലും ആ പ്രോട്ടോകോൾ ഓഫീസിൽ ബാക്കിയുണ്ടാവില്ല. പ്രതിപക്ഷ നേതാവിനെ യാത്രയയക്കാൻ കേരള ഹൗസിലെ ഉദ്യോഗസ്ഥർ വിമാനത്താവളത്തിലെത്തിയിരുന്നു. കേരള ഹൗസിൽ നിന്നാണ് ഡ്രൈവർ പിണറായിയെയും കൂട്ടി നേരെ വിമാനത്താവളത്തിലെത്തിയത്. എന്നാൽ ഇറക്കിവിട്ട ഉടൻ തന്നെ അവരങ്ങ് തിരിച്ചുപോയി. സാധാരണ VIP പോയതിനു ശേഷമാണ് ഉദ്യോഗസ്ഥരും ഡ്രൈവറുമൊക്കെ മടങ്ങാറ്. 2:50 വിമാനം ഒരൊറ്റ പോക്ക്, അടുത്ത വിമാനം 7:10 മാത്രം. അങ്ങനെ മണിക്കൂറുകളോളം പിണറായി വിജയൻ അവിടെ കുത്തിയിരിക്കുന്നു. കോഴിക്കോട്ടേക്കാണ് 7:10 വിമാനം. CPM കേന്ദ്ര കമ്മിറ്റി ഓഫീസായ AKG ഭവനിൽ നടന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷമാണ് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് മടങ്ങാൻ നേരെ വിമാനത്താവളത്തിലേക്ക് തിരിച്ചത്. അധികാര കസേര ഒഴിഞ്ഞതോടെ മുൻ മുഖ്യമന്ത്രിയോട് പല ഉദ്യോഗസ്ഥരും തികഞ്ഞ അവഗണനയും അവജ്ഞയുമാണ് കാണിക്കുന്നത് എന്ന പരാതി ഉയരുന്നു. മുൻപ് ഉദ്യോഗസ്ഥരോട് പിണറായി വിജയൻ്റെ ഒരു കടുത്ത മനോഭാവം. അതുകൊണ്ട് തന്നെ പലർക്കും ഇപ്പോൾ പിണറായി വിജയനോട് യാതൊരുവിധ മമതയുമില്ല. ഇങ്ങോട്ട് കിട്ടിയത് അങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്നുവെന്നൊക്കെയാണ് ചിലർ പറയുന്നത്. മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ ഈ പ്രോട്ടോകോൾ ഉദ്യോഗസ്ഥന്മാർ മത്സരിച്ചിരുന്നു. എന്നാൽ പദവി ഒഴിഞ്ഞപ്പോൾ ഒരുത്തനും തിരിഞ്ഞു നോക്കാതായി. ഇതത്ര യാദൃശ്ചികമായി സംഭവിച്ച ഒന്നല്ല എന്നാണ് CPM കരുതുന്നത്. ഇൻഡിഗോ വിമാന അധികൃതർക്കും ഇതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കുമേൽ കനത്ത ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നാണ് CPMൻ്റെ ആവശ്യം. മനഃപൂർവമായ വീഴ്ചയുണ്ടായി എന്ന് CPM സംശയിക്കുന്നു. പ്രതിപക്ഷ നേതാവെന്ന പദവി ഭരണഘടനാപരമായി ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ്. അങ്ങനെയുള്ള ഒരു ജനപ്രതിനിധിയാണ് ഇവിടെ ആക്ഷേപിച്ചത്. വിമാനത്താവളങ്ങളിൽ സാധാരണ ഉച്ചഭാഷണിയിലൂടെ ഒരു അറിയിപ്പ് ലഭിക്കാറുണ്ട്. എന്നാൽ VIP ലോഞ്ചിൽ അത്തരം അനൗൺസ്മെൻറ്റുകളില്ല. ഡൽഹി വിമാനത്താവളത്തിലെ സൈലൻസ് പോളിസിയാണ് അതിന് കാരണം. പിണറായി വിജയൻ്റെ ശീലം അവിടുത്തെ പ്രോട്ടോകോൾ ഉദ്യോഗസ്ഥർക്കൊക്കെ വ്യക്തമായ അറിവുള്ളതാണ്. സാധാരണ പിണറായി എവിടെയെങ്കിലും ചെന്നാൽ ഒരൊറ്റ ഇരിപ്പാണ്. ഉദ്യോഗസ്ഥരോ കൂടെയുള്ളവരോ അദ്ദേഹത്തെ വന്ന് എഴുന്നേൽപ്പിച്ച് എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് അങ്ങോട്ടേക്ക് അദ്ദേഹം നടക്കും. അതല്ലാതെ ഈ വയസ്സാം കാലത്ത് ബോർഡും തപ്പി അനൗൺസ്മെൻറ്റും നോക്കി ഗേറ്റ് ഏതാണ് എന്നൊക്കെ പഠിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ? സമൂഹത്തിൽ വളരെ രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു ഉന്നത വ്യക്തിയാണ് പിണറായി വിജയൻ. അദ്ദേഹത്തെ ഇങ്ങനെ വിമാനത്താവളത്തിൽ കാത്തു നിർത്തി അപമാനിക്കണമായിരുന്നു എന്ന ചോദ്യം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉയരുന്നു. രാഷ്ട്രീയ വിയോജിപ്പുകൾ അങ്ങനെയൊക്കെ നിലനിൽക്കട്ടെ, എന്നാൽ പിണറായി വിജയനോട് ഉദ്യോഗസ്ഥർ ചെയ്തത് കൊടുക്രൂരതയാണ് എന്നും വി.ഡി. സതീശനും കരുതുന്നു. ഇരിക്കുന്ന വ്യക്തിക്കല്ല, മറിച്ച് ഇരിക്കുന്ന കസേരയ്ക്കാണ് അംഗീകാരം കൊടുക്കേണ്ടത്. പ്രതിപക്ഷ നേതാവ് അത്ര ചെറിയ പദവിയൊന്നുമല്ല. ഒരു പതിറ്റാണ്ട് കേരളം ഭരിച്ച മുഖ്യമന്ത്രിയാണ് തികച്ചും അനാഥനായി അങ്ങോട്ടും ഇങ്ങോട്ടും ഡൽഹിയിലെ വിമാനത്താവളത്തിലൂടെ നടക്കേണ്ടി വരുന്ന ഗതികേട്. കേരള ഹൗസിൽ നിന്ന് നേരത്തെ ഉച്ചഭക്ഷണം വാങ്ങിക്കഴിച്ച് അവിടെ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ പുറപ്പെട്ടതാണ് പിണറായി വിജയൻ. നേരത്തെ വിമാനത്താവളത്തിലെത്തി കേരളത്തിലെത്തി കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നൊക്കെ അദ്ദേഹം സഹപ്രവർത്തകരോട് ഡൽഹിയിൽ വെച്ച് പറയുകയും ചെയ്തു. ഒരു കാര്യം വ്യക്തമാണ്, നാളെ LDF ഭരണത്തിലെത്താം. അപ്പോൾ ഇന്ന് ഭരിക്കുന്നവർക്കും ഇത്തരം ദുരനുഭവങ്ങളൊക്കെ ഉണ്ടായേക്കാം എന്ന മുന്നറിയിപ്പും ചില കോണുകളിൽ നിന്നുയരുന്നു. സാധാരണ VIP യാത്രകൾ ഏകോപിപ്പിക്കുന്നത് പ്രോട്ടോകോൾ ഉദ്യോഗസ്ഥരാണ്. കേരള ഹൗസിലെ പ്രോട്ടോകോൾ ഉദ്യോഗസ്ഥർ വിമാനത്താവളത്തിലെ വിമാന കമ്പനി അധികൃതരുമായി ബന്ധപ്പെടും. ഒരു VIP അവിടേക്ക് യാത്ര തിരിച്ചിട്ടുണ്ടെന്ന വിവരം അവർക്ക് നൽകും. അവരാണ് പിണറായി വിജയനെ പോലൊരു നേതാവെത്തിയാൽ അവരെ ഗേറ്റിൽ നിന്ന് സ്വീകരിക്കുന്നത്. പിന്നീട് ബോർഡിംഗ് പാസ്സൊക്കെ വാങ്ങിക്കൊടുക്കുക അവരുടെ ഉത്തരവാദിത്വവുമാണ്. സാധാരണ പിണറായി വിജയന് വിമാനത്താവളത്തിൽ സഞ്ചരിക്കാൻ ഒരു ബഗ്ഗി നൽകാറുണ്ട്. ഇന്നലെ വിമാനത്താവളത്തിൽ പിണറായി വിജയന് ബഗ്ഗിയുമില്ല, ഒരു സ്ട്രക്ചർ പോലും കൊടുത്തില്ല. പിണറായിയെപ്പോലൊരു യാത്രക്കാരന് ഒരു വീൽ ചെയറെങ്കിലും അനുവദിക്കേണ്ടതായിരുന്നു. ഇതൊന്നും അനുവദിക്കപ്പെട്ടില്ല. ഒരുവിധം VIP ലോഞ്ച് വരെ നടന്നെത്തി. പിന്നീട് വിമാനം തപ്പി ആ വിമാനത്താവളത്തിലൂടെ തേരാപാര. ബഗ്ഗി നൽകാത്തത് പോട്ടെ, ഒരു വീൽ ചെയറെങ്കിലും കൊടുക്കാമായിരുന്നു.
VIP ലോഞ്ചിലിരുന്നതാണ് പ്രശ്നം. VIP ലോഞ്ചിൽ അധികം മലയാളികളൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണക്കാരിരിക്കുന്ന ഏതെങ്കിലും ഒരു കസേരയിലാണ് പിണറായി വിജയൻ ഇരുന്നതെങ്കിൽ മലയാളികൾ തീർച്ചയായിട്ടും ഈ പിണറായി വിജയനെ സഹായിച്ചേനെ. സഹായ മനസ്ഥിതിയൊക്കെ ഉള്ളവരാണ് നമ്മൾ മലയാളികളെന്ന് പിണറായി വിജയൻ പലപ്പോഴും മറക്കുന്നു. ഇന്നലെ ഡൽഹി വിമാനത്താവളത്തിലിട്ട് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയെ ഇത്രയധികം അധിക്ഷേപിച്ച് പണ്ടാരമടക്കണമായിരുന്നു എന്നാണിപ്പോൾ പലരും ചോദിക്കുന്നത്. കഷ്ടമായി പോയി, അല്ലാതെ എന്തു പറയാൻ. അനുഭവിക്കുക അല്ലാതെ എന്ത് ചെയ്യാൻ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.